ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ഇഞ്ചിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വയറിനും ഗ്യാസിനും ദഹനത്തിനുമൊക്കെ പറ്റിയ ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്കൊരു 1/2 കിലോ ഇഞ്ചി തൊലിയെല്ലാം കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇഞ്ചിക്കറി വെക്കുമ്പോൾ ഏറ്റവും പ്രയാസകരമായ ഒരു ജോലിയാണിത്, ഈ വറുത്തെടുപ്പ്. ഇഞ്ചി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ട് വറുത്തെടുക്കുന്നത് വരെയുള്ള ജോലി അല്പം പാടാണ്. പിന്നെയുള്ള ജോലി നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് സമയം പിടിക്കും. നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറി വെക്കുന്നതിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇത്, ഇങ്ങനെ ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇത് പകുതി പരുവേ ആയിട്ടുള്ളൂ. നല്ല ക്രിസ്പി ആയിട്ട് വരണം. നമ്മൾ ചിപ്സൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ സമയത്തുള്ള ആ ക്രിസ്പിനെസ് വരണം. അപ്പോൾ കുറച്ചും കൂടെ കളർ മാറി വരും, ഗോൾഡൻ ബ്രൗൺ ആവും. ആ സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാം. അപ്പോൾ കുറച്ചും കൂടി ഒന്നായി വരട്ടെ, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഇടയ്ക്കൊക്കെ 1-2 എണ്ണമൊക്കെ ഒന്ന് റെഡിയാവാനുണ്ട്. അതും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമുക്കൊന്ന് കോരി മാറ്റാം. ഇത്ര മതി. ഇപ്പം അതിൻ്റെ കളർ കണ്ടാൽ അറിയാമല്ലോ, നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ കുറച്ച് ചുവന്നുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അതുകൂടി ഇതിനകത്ത് വറുത്തെടുക്കണം. അപ്പോൾ ഇഞ്ചിയെല്ലാം എന്താ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10-30 ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചുവന്നുള്ളി തന്നെ, ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ, അതാണ് ടേസ്റ്റ്. സവാള എടുക്കരുത്. ഇത് നല്ലതുപോലെ നമ്മൾ ഇഞ്ചി വറുത്തെടുത്തതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഉള്ളിയുടെയും കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കിടന്നു കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകും. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിക്കറി പിന്നെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തണുക്കുമ്പോൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം, ഒന്ന് അരച്ചെടുക്കണം. അല്പം വെള്ളം ചേർത്ത് അരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ബാലൻസ് വന്ന എണ്ണ ഞാൻ വേറൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഞാനൊരു കുറച്ച് തേങ്ങാക്കൊത്തുണ്ടല്ലോ, ചെറുതായിട്ട് തേങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉണക്ക തേങ്ങയാണ് കേട്ടോ ഇതിന് നല്ലത്. അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്ന് ചുവന്ന് വരണം, മൂത്ത് വരണം കേട്ടോ. ആ സമയത്ത് ഞാൻ ഒരു ചെറിയ കുടം വെളുത്തുള്ളി കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തത് 2 ഉണക്കമുളകാണ് കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്യാസിനും വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ വെളുത്തുള്ളി നല്ലതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. നമ്മളിതാ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി അരച്ചതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം, അരപ്പ്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അരപ്പെല്ലാം ഇട്ടതിന് ശേഷം എണ്ണയിലേക്ക് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഒരു 2 പച്ചമുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. എരിവ് അധികം വേണ്ടാത്തവർ ഈ പച്ചമുളക് ഇടേണ്ട കാര്യമില്ല, അതങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി, ബാക്കി മതി. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അരപ്പൊന്ന് കുറച്ചും കൂടെ മൂത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ, ഇതിപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കായപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർ ഇഞ്ചിക്കറി വെക്കുമ്പോൾ കായം ചേർക്കാറില്ല, പക്ഷേ ഒരു കായം ചേർത്താൽ ഒരു പ്രത്യേക മണം. പക്ഷേ എന്നും പറഞ്ഞാൽ ഇഞ്ചിയുടെ മണം നഷ്ടമാകത്തൊന്നുമില്ല. ഇഞ്ചിയുടെ ആ രുചിയും മണമൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. കുറച്ച് ചേർത്താൽ മതി കായം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് പുളിവെള്ളമാണ്. ഒരു കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ബാക്കിയുള്ള പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ബാക്കിയെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇഞ്ചിയും ഉള്ളിയും വറുത്തതും പൊടികളും ഒക്കെ ചേർത്തു. ഇനി ഇതാണ്ട് പുളിവെള്ളമാണ്, ബാക്കിയിരുന്ന പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് വെള്ളം ആവേണ്ട കാര്യമില്ല. ഇഞ്ചിക്കറി അറിയാമല്ലോ, നമ്മൾ ഇലയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കണം, ഒഴുകി പോകരുത്. ആ വിധത്തിലുള്ള കൺസിസ്റ്റൻസി വേണം ഇത് നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് നീട്ടിയെടുത്തിട്ടുണ്ട്. ഇതിനി തിളച്ച് കുറുകി വരും, പെട്ടെന്ന് വറ്റി കിട്ടും കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് കേട്ടോ. ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വറ്റി കിട്ടണം. അടച്ചു വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.